രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ ഉടനടി സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇക്കൊല്ലം. മറ്റൊന്ന് 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അടുത്ത മാസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ട്. അത് ഏത് തരത്തിലായിരിക്കുമെന്നുള്ളതിൻ്റെ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും അത് CPM-ൻ്റെ അഭിമാന പോരാട്ടം, അതുപോലെ അൻവറിനും അഭിമാന പോരാട്ടമായി മാറുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് നടത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതാണ് താഴെത്തട്ടിലേക്ക് വരെ ചെല്ലുന്ന തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ പല പഞ്ചായത്തുകളും നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഒക്കെ എല്ലാ മുന്നണികളും ഭരിച്ചു വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ പ്രതിപക്ഷം, അതായത് BJP മുഖ്യ പ്രതിപക്ഷമായി മാറിക്കൊണ്ട് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാവുന്ന രീതിയിലേക്കും നിൽക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് എപ്പോഴും നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമാണ് ഏക ആശ്വാസമായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് CPM-ൻ്റെ സ്ഥിതിയും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെ എന്നല്ല, ഇതിനേക്കാൾ പരിതാപകരമായിട്ട്. കാരണം CPM ദേശീയ പാർട്ടിയാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.47% വോട്ട് മാത്രമേ ആ ദേശീയ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദേശീയ പാർട്ടിയുടേതായ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം ഉണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒക്കെയുണ്ട്. പരിവേഷത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ കേരളത്തിലെ ഭരണം മാത്രമേ ഉള്ളൂ നിൽക്കുന്നത്. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളും കൈവിട്ടുപോയി. അവിടെ ഒരു മേൽവിലാസം പോലും ഇല്ലാത്ത സ്ഥിതിയിലായി തീർന്നിട്ടുണ്ട്. കേരളത്തിൽ അപ്പോൾ പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് 2021 ഭരണം പിടിക്കും എന്നുള്ള രീതിയിൽ, അങ്ങനെയാണല്ലോ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. LDF ഭരണമാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് UDF, ഇത്തരത്തിലായിരിക്കും. അതിന് വിപരീതമായിട്ട് പിണറായി വിജയൻ തുടർഭരണത്തിലേക്ക് കടന്നു. 2026 ഒരു ഹാട്രിക് വിജയത്തിലേക്ക് നീങ്ങാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി പരമദയനീയമായി തീർന്നിരിക്കുകയാണ്. എങ്ങും വേണ്ടത്ര തരത്തിലൊരു പിടിവള്ളി കിട്ടാതെ നിൽക്കുകയാണ്. ജനകീയ നേതാക്കന്മാർ ഇല്ലാതായി തീർന്നിരിക്കുന്നു. അതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് താഴെ തട്ടിലേക്ക്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് കൂടുതൽ സംവദിക്കാൻ പറ്റിയ നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് ഇല്ല. കോൺഗ്രസിനകത്ത് ആളും ഒക്കെ ഉണ്ട്. എല്ലാവരും കതറിട്ട് പെരുപ്പിച്ച് വെറും ഷോ പീസുകളായിട്ട് നടക്കുന്നവർ മാത്രമാണ്. മറ്റുള്ള ചിലർ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കുരയ്ക്കാൻ മാത്രം കൊള്ളാം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ളവരൊക്കെ ചാനൽ ചർച്ചകളിൽ മാത്രമേ ഇരുന്ന് കുരച്ചിട്ടുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ SDPI-യുടെ ഒക്കെ പിന്തുണയോടുകൂടി പാലക്കാട് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുപോയി. ഭരണവിരുദ്ധ വികാരമാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഭരണവിരുദ്ധ വികാരം വേണ്ട തരത്തിൽ മുതലെടുത്തുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഭരണത്തിലേക്ക് തിരികെ വരണമെന്ന് കോൺഗ്രസിന് യാതൊരു താല്പര്യവുമില്ല. ഭരണത്തിൽ വരണമെന്നുണ്ട്, പക്ഷെ അതിൻ്റെതായ പ്രവർത്തന രീതികളൊന്നും തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ NDA മുന്നണി ശക്തിപ്പെടുകയാണ്. BJP വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 5000 വാർഡുകളാണ് മുമ്പിൽ കണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കണക്ക് കൂടി ഉണ്ട്. ഈ കണക്കനുസരിച്ച് കൊണ്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്.
5000 വാർഡുകൾ എന്ന് പറയുമ്പോൾ ഓരോ വാർഡുകൾക്കും അതിൻ്റെതായ രീതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പലരെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചുമതലകളൊക്കെ തന്നെ നൽകിക്കൊണ്ട് പാർട്ടി ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സുകാര് എന്ത് ചെയ്യണമെന്നറിയാതെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അവർക്ക് സുധാകരനെ എങ്ങനെയെങ്കിലും പുറത്തിയാടിക്കണം എന്നൊരു വിഭാഗം. കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വണ്ട് കയറിയപ്പോൾ മുതൽ സുധാകരനെ തിരിച്ച് പാക്ക് ചെയ്ത് വിടുന്നതിൽ വരെയാണ് ഓരോരുത്തരുടെ താല്പര്യം. പിന്നെ മുഖ്യമന്ത്രിയാകാനായിട്ട് വി ഡി സതീശൻ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെ തകർക്കണമെന്നുള്ളത് നോക്കിയിരിക്കുകയാണ് മറ്റൊരു വിഭാഗം. രമേശ് ചെന്നിത്തലയെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ആക്കിയേ പറ്റൂ എന്ന് മറ്റൊരു വിഭാഗം. ഇനി ഇതൊന്നുമല്ല നമുക്കാവശ്യം, ഒരു വിശ്വപൗരനെയാണ് എന്നും പറഞ്ഞ് ചിലരേ ഉള്ളൂ തരൂർ നായരെയും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറി മാറി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അതുപോലെ മുരളീധരനെ ഇനി എവിടെ കൊണ്ടു നിർത്തും? മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് വണ്ടി കയറി വടകരയിൽ നിന്ന് നേമത്ത് വന്നു, നേമത്ത് നിന്ന് തൃശ്ശൂരിൽ എത്തി, അങ്ങനെ നിൽക്കുകയാണ്. ഈ കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് 26 ഇവർക്ക് ഭരണം കിട്ടുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഛിന്ന ഭിന്നമാകും. അതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഘടകകക്ഷികളൊന്നും ഇവിടെ നിൽക്കത്തില്ല അവരോടൊപ്പം. ഘടകകക്ഷികളെന്ന് പറയുന്നത് പ്രധാനി ലീഗാണ്. ലീഗിന് അവർക്ക് കൊടുക്കുന്ന സീറ്റുകളൊക്കെ അവർ സേഫാക്കി UDF എത്തിച്ചു കൊടുക്കും. അവർക്ക് ഭരണത്തിലേക്ക് കയറണം എന്നുള്ള മോഹം തന്നെ ഉണ്ട്. ഇനിയും ഘടകകക്ഷികൾ വേറെയുമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമുണ്ട്, RSP ഉണ്ട്. അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഒറ്റയാൾ പട്ടാളമായിട്ടുള്ളതൊക്കെ. ഇവരെയൊക്കെ NDA മുന്നണി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം എന്തായാലും കേരളത്തിൽ NDA സ്പേസ് പിടിക്കാൻ പോവുകയാണ്. അടുത്ത തവണ 26 ഭരണം നേടുമെന്നല്ല പറയുന്നത്, ഭരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഭരണത്തിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് ഇല്ലാതാവുകയും ഒരിക്കൽ കൂടി CPM വന്നാൽ നമ്മൾ അതിശയിക്കേണ്ട. അതങ്ങനെ സംഭവിക്കുന്നതാ, അല്ലാതെ ജനപിന്തുണ ഉള്ളത് കൊണ്ട് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നതല്ല. ഇവിടെ കോൺഗ്രസിന്റെ പിടിപ്പുകേടും കോൺഗ്രസ്സുകാർ വകയ്ക്ക് കൊള്ളാത്തവന്മാരും അതുകൊണ്ട് തന്നെയാണ് CPM നയിക്കുന്ന മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. NDA ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കും, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും, 5 സീറ്റ് നേടും. അപ്പോൾ ശിഥിലമാകാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ഒരു നാഥനില്ലാത്ത ഒരു കളരിയായി ഇപ്പോൾ കിടക്കുകയാണ്.